Next question നോക്കാം. The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameters through A. Prove that P, B, Q lie on a line. Next, prove that PQ is parallel to the line joining the centers of the circles and is twice as long as this line. നോക്കൂ, the two circles in the picture cross each other at A and B. ഇതാണ് പറഞ്ഞത്. രണ്ട് സർക്കിള് എ ബി എന്ന പോയിൻറ്റിലൂടെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. പോയിൻ്റ് പി ആൻഡ് ക്യു ആർ ദി അതർ എൻഡ്സ് ഓഫ് ദി ഡയാമീറ്റേഴ്സ് ത്രൂ എ. എയിൽ കൂടെ പാസ് ചെയ്ത് പോയിരിക്കുന്ന ഡയാമീറ്റേഴ്സിൻ്റെ രണ്ട് എൻഡുകളാണ് പിയും ക്യൂവും. പ്രൂവ് ദാറ്റ് പി ബി ക്യു ലൈ ഓൺ എ ലൈൻ. ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് പി ബി ക്യു ഇത് ഒരേ ലൈനിലാണോ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാം, പിയും ബിയും ക്യൂവും ഒരേ ലൈനിലാണോ വരുന്നതെന്ന് നോക്കുക. നമ്മൾ സർക്കിളിനെ റീഡ്രാ ചെയ്തിട്ടുണ്ട്. പി ബി ക്യു അതിനെ ഒരു ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരേ ലൈനിൽ തന്നെയാണ് വരുന്നത്. അതായത് ബി പി ബി ക്യു, ബി പി ബി ക്യു വരച്ച് ചേർക്കുക. എന്നിട്ട് എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ വച്ചിട്ട് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുക. നമുക്കിവിടെ ആംഗിൾ എ ബി പി അതുപോലെ എ ബി ക്യു അങ്ങനെ രണ്ട് ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ സെമി സർക്കിളിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രി ആംഗിളാണ്. ഇനി പി ക്യു ഈസ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി. അതായത് പി ക്യു എന്ന് പറയുന്ന ലൈന് എ ബിക്ക് പെർപെൻഡിക്കുലറാണ്. പി ക്യു എന്ന് പറയുന്ന ലൈന് എ ബിക്ക് പെർപെൻഡിക്കുലറാണ്. ഇനി അത് പാസ് ചെയ്ത് പോയിരിക്കുന്ന ഏതിലൂടെയാണ്? ബിയിലൂടെ. പി ക്യു എന്ന് പറയുന്ന ലൈന് എ ബിക്ക് പെർപെൻഡിക്കുലറാണ്, പാസിങ് ത്രൂ ബി. സോ പി ബി ക്യു ആർ ഓൺ എ ലൈൻ. അതുകൊണ്ട് തന്നെ പിയും ബിയും ക്യൂയും ഒരേ ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ പി ആൻഡ് എ ക്യു ഡയമീറ്റേഴ്സ്. എ പി സ്മാൾ സർക്കിളിൻ്റെ ഡയമീറ്ററും എ ക്യു ലാർജ് സർക്കിളിൻ്റെ ഡയമീറ്ററും അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ പി, വൈ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ക്യു. എക്സ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ പി, വൈ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ക്യു. അടുത്ത പി ക്യു ഈസ് എ പാരലൽ ടു എക്സ് വൈ, സോ എക്സ് വൈ ഈസ് ഹാഫ് ഓഫ് പി ക്യു. അങ്ങനെ എഴുതാം. എക്സ് വൈ ഈസ് ഈക്വൽ ടു ഹാഫ് പി ക്യു ഈസ് എ പാരലൽ ടു എക്സ് വൈ. പി ക്യു ഈസ് പാരലൽ ടു എക്സ് വൈ. അതുകൊണ്ട് തന്നെ എക്സ് വൈയെ ഹാഫ് ഓഫ് പി ക്യു എന്ന് പറയാം അല്ലേ. എക്സ് വൈയെ ഹാഫ് ഓഫ് പി ക്യു. അതാണ് എന്താ എക്സ് വൈ ഈസ് ഈക്വൽ ടു ഹാഫ് പി ക്യു. എക്സ് വൈ ഈസ് ഈക്വൽ ടു ഹാഫ് പി ക്യു എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.